Good morning, all. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning. Okay, good morning. Good morning, ma'am. Yeah. Great morning. Yeah. Great morning. Okay. എല്ലാവരും സുഖമായിരിക്കുന്നോ? How are Yes, you ma'am. all? Fine. സുഖം. Good, fine. Good morning. Yeah, good morning. Thanks. Okay. Fine, ma'am. Okay, fine, fine. Yeah. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തു? പറയൂ. പ്രസന്റ് കണ്ടിന്യൂസിന്റെ റൂൾസ് പറഞ്ഞോണ്ടിരിക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? പറയൂ ആരെങ്കിലും. മാം 3 റൂൾസ് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. നമ്മൾ നെഗറ്റീവ് പറഞ്ഞോ? പ്രസന്റ് കണ്ടിന്യൂസ് നെഗറ്റീവ് പറഞ്ഞിരുന്നോ? മൂന്ന് റൂള് പറഞ്ഞു, നെഗറ്റീവ് പറഞ്ഞില്ല. ഇല്ലില്ല, നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. മൂന്ന് റൂള് പറഞ്ഞില്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ? ഏതൊക്കെയായിരുന്നു മൂന്ന് റൂള്? ഒന്ന് പറയൂ. Which are the 3 rules? Can anyone say that? Action that happens at the present moment or around the time of speaking. അത് ഫസ്റ്റ് റൂൾ. Yeah, okay. The second rule? Second, represent temporary situations. Can you speak it loud? Represent temporary situations. Second rule. Yeah, temporary situation. Okay. Rule number 3. പിന്നെ about arrangement in the future. The schedule അല്ലേ? Say any example. Rule number 3. She have meet the doctor. We have She have meet the doctor yesterday. should have been a door. ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. റൂൾ നമ്പർ 3 എക്സാമ്പിൾ പറഞ്ഞിരുന്നു. എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയാ പറഞ്ഞത്, അപ്പൊ ഞാൻ അങ്ങനെ എഴുതി വെച്ചു. Okay. Examples ഞാൻ പറഞ്ഞു. Rule number 3 example. She's going to ഞാൻ പറഞ്ഞിരുന്നല്ലോ. She's going to the dentist at 2:30 PM പറഞ്ഞിരുന്നല്ലേ? പറഞ്ഞിരുന്നോ?
Yes, Miss. Yes. പറഞ്ഞു. Yes. അപ്പൊ റൂൾ നമ്പർ 3 കംപ്ലീറ്റ് ആണ്. ഓക്കെ. Okay. Clear. Next, rule number 4. Rule number 4, negative. Negative form എഴുതാൻ നമ്മളോട് പറഞ്ഞിരുന്നു അല്ലെ? പറഞ്ഞിരുന്നോ? ക്ലാസ്സിൽ എല്ലാവരും ഇല്ലേ? ഉണ്ടോ? ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ട്? എല്ലാവരും ഉണ്ടോ? എല്ലാവരും ആക്റ്റീവ് ആണോ ക്ലാസ്സില്? ഫസ്റ്റ് അത് ചോദിക്കട്ടെ. എല്ലാവരും ആക്റ്റീവ് ആണോ? പഠിക്കാൻ റെഡി ആണോ? സംസാരിക്കാൻ റെഡി ആണോ? Yes, ma'am. യെസ്. Yes, ma'am. യെസ്. നെഗറ്റീവ് സെന്റൻസ് നിങ്ങളോട് എഴുതാൻ ഞാൻ പറഞ്ഞിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? പറഞ്ഞിരുന്നോ? Say anything, yes or no. പറഞ്ഞിരുന്നോ ഇല്ലയോ? No, ma'am. Simple presentന്റെ നെഗറ്റീവ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരുന്നോ? ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയില്ലല്ലോ. അപ്പൊ ഞാൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരുന്നോ? നിങ്ങൾ എഴുതിയിട്ട് വരൂ, നോക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞിരുന്നോ? ഓക്കെ, അത് വിടൂ. ഒരു കാര്യം ചെയ്യും. നെഗറ്റീവ് സെന്റൻസ് എഴുതൂ. എക്സാമ്പിൾ ചെയ്തു. പ്രസന്റ് അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ അതിന്റെ എക്സാമ്പിൾസ് നെഗറ്റീവ് സെന്റൻസ് എഴുതാം. എക്സാമ്പിൾ എഴുതാം. സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. സ്ട്രക്ചർ ഈസ് സബ്ജക്ട് പ്ലസ് പ്രസന്റ് കണ്ടിന്യൂസ്. സബ്ജക്ട് പ്ലസ് സ്ക്രീനിലുണ്ട്. ഓക്കെ, സ്ട്രക്ചർ സ്ക്രീനിലുണ്ട്. അപ്പൊ എന്താ അവിടെ വേർബിന് മുന്നേ എന്താ നെഗറ്റീവ് ആവുമ്പോ വേർബിന് മുൻപ് എന്താ വരാ? നോട്ട് ആഡ് ചെയ്യണം അല്ലെ? സോ സെന്റൻസ് പറയൂ. എക്സാമ്പിൾസ് ഒന്ന് പറയല്ലോ അതില്. എക്സാമ്പിൾസ് പറയൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം പറഞ്ഞ ക്ലാസ്സിൽ ആക്റ്റീവ് ആയിരിക്കണം, തെറ്റിയാലും കുഴപ്പമില്ല, പറയണം. ഇതൊക്കെ പറഞ്ഞ എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നുണ്ട് അല്ലേ? പിന്നെ ക്ലാസ്സിൽ ഉണ്ടാക്കിയ ആരും എടുത്തെല്ലാം നോക്കിയിരുന്നോ? പഠിച്ചിരുന്നോ? പഠിച്ചോ? അനുജോ മോൻ Yes, miss. കഴിഞ്ഞ ക്ലാസ്സിൽ പോയി നോക്കിയിരുന്നോ? പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ് എനിക്ക് ലാസ്റ്റ് ആയപ്പോ നെറ്റ് കട്ടായിട്ട് കിട്ടണില്ലായിരുന്നു മാം. ഞാൻ അതിന്റെ ബാലൻസ് നോക്കാൻ ടൈം കിട്ടിയിരുന്നു. Okay. So she stands in. Tina does not writing. My mother is not living in the does use ചെയ്യില്ല. ഇത് പ്രസന്റ് ആണ്. അതും എന്താ നെഗറ്റീവ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ? സിമ്പിൾ പ്രസന്റ് അല്ലല്ലോ, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. സോ പറയൂ. തൊയ്ബ എക്സാമ്പിൾ ഒന്ന് പറയൂ. മാഡം എനിക്കിത് മനസ്സിലായിട്ടില്ല. ഇതല്ലേ ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായോ എന്നാ പിന്നെ മിണ്ടാത്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ തൊയ്ബ? കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു. റൂൾസ് 4ന്റെ അല്ലേ പറയണേ മാഡം? ഓർമ്മയില്ല. 4ന്റെ അല്ലേ? റൂൾസ് 4ന്റെ അല്ലേ നോക്കണേ? റൂൾസ് 4ന്റെ ആണ് നോക്കുന്നത്. അത് റൂൾസ് 4 എന്ന് പറഞ്ഞ നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് സെന്റൻസ് നിങ്ങൾ ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞേ. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഐ ആം ടീച്ചിങ്.
അല്ലെ? ഐ ആം ടീച്ചിങ്, യു ആർ ലേണിംഗ്, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ING ഫോം വരുമ്പോ അതിന്റെ കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ലേണിംഗ്, ടീച്ചിങ്, സ്റ്റഡിങ്, ലിസണിങ്, ഇതൊക്കെ കണ്ടിന്യൂസ് ഫോം ആണ്. അപ്പൊ ING ആണ് അവിടെ വരിക, അല്ലെ? അപ്പൊ അങ്ങനെ പറയുന്ന കാര്യങ്ങളല്ലാതെ ഞാൻ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട് വരിക. ഇപ്പോ നിങ്ങൾ എന്താ പഠിക്കുകയാണ്, യു ആർ സ്റ്റഡിങ്, അതെന്താണ്? പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്, അല്ലേ? അപ്പൊ അതിന് നെഗറ്റീവ് ഏതാ വരാ? She is not studying. She is not studying. നോട്ട് സ്റ്റഡിങ്, അല്ലെ? അതാ ഞാൻ അവള് പറഞ്ഞത്. പഠിക്കുന്നില്ല. എന്തോ? അതായത് അതിന്റെ നെഗറ്റീവ് വരുമ്പോ അവള് പഠിക്കുന്നില്ല, അതോ? ഞാൻ പഠിക്കുന്നില്ല, അപ്പൊ അതിന് ഇംഗ്ലീഷ് പറയൂ. She is not studying. ഇത്രയും ഉള്ളൂ. ഇതാണ് തൊയ്ബക്ക് മനസ്സിലാവാനേ. സിമ്പിൾ അല്ലേ? ഇപ്പൊ മനസ്സിലായോ തൊയ്ബ? എല്ലാ ടെൻസും എടുത്തതിന് ശേഷം നമുക്ക് ഷോർട്ട് ആയിട്ട് ഒന്ന് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ടെൻസ് ഒരിക്കലും നിങ്ങൾ മറക്കില്ല. ഓക്കെ, അപ്പോ ഇപ്പൊ മനസ്സിലാവുന്നില്ല, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ഈ ടെൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഷോർട്ട് ആക്കി പറയാം, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം, എക്സാമ്പിൾസ് പറയിപ്പിക്കാം. അപ്പോ അത് ക്ലിയർ ആയിരിക്കും. ഓക്കെ, Okay. അപ്പൊ ഒരു നെഗറ്റീവ് സെന്റൻസ് എക്സാമ്പിൾസ് കുറച്ച് പറയൂ, എന്നിട്ട് നിങ്ങൾ എഴുതിയിരിക്കും. She is writing. She is writing എന്ന് പറയുന്നത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അത് നെഗറ്റീവ് ആകുമ്പോ She is not writing. she is not writing. Clear. Next. Not going. I'm not going. I'm not going. എവിടാ? ഇങ്ങോട്ട് പോയില്ല. I am not going to school. I'm not. Going to school. I'm not. I am going to school. I am not is going to. Notice അല്ല. Not. Going to school. I'm not going to school. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ പറഞ്ഞാല് നിങ്ങൾക്കത് കൺഫ്യൂഷൻ Not പോകും. dancing. നിങ്ങളോട് പറയുക. I am പറയൂ. not writing. I am not writing. I am. She's not writing. It's not working. Miss, I am not going to school. അങ്ങനെ പറയില്ല. പിന്നെ അങ്ങനെ പറയുന്നത് കറക്റ്റ്. I'm not going to school. ഞാൻ സ്കൂളിൽ പോയില്ല. ഉദ്ദേശിച്ചേ. She's not. She's not. She's not. റസീന മലയാളം പറയൂ. They are not focusing. Yeah, they are not focusing. Okay. ശ്രീഹരി, they are not focusing എന്ന് പറയുമ്പോൾ കുറച്ചൊരു കംപ്ലീറ്റ് ആക്കും. അപ്പൊ അതിന് ബാലൻസും കൂടെ പറയാം. അപ്പൊ കുറച്ചൊരു സെൻസ് കേൾക്കാൻ കുറച്ച് രസമായിരിക്കും. ഓക്കെ, they are not focusing. അവർ എന്ത് ഫോക്കസ് ചെയ്തില്ല അതും കൂടെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി അത് ഓക്കെ. They are not focusing in the class. Yeah, clear. പറയോ? We are not playing cricket. Yeah. He is not listening to the music. She's not listening to the music. Yeah. Then ഇതെല്ലാം എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, മറക്കരുത്. She's not dancing. Yeah, she's not dancing. കുറച്ചുകൂടെ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, she's not singing. She's not singing that song. The song. Then നിങ്ങൾ പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, ക്ലിയർ ആണ്. പക്ഷെ അത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് എന്താ, നിങ്ങൾ ഫ്ലുവന്റ് ആവും. ഓക്കെ, ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് എഴുതാനും പറ്റുന്നുണ്ടാവും. പക്ഷെ സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ നല്ലത് സംസാരിക്കുക. എന്നിട്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ
മെസ്സേജ് അയക്കാം. ഓക്കെ, പറയൂ വേറെ ആരെങ്കിലും. തൊയ്ബ, ഓക്കെ. ഇനിയൊന്നുമില്ല പറയാൻ കഴിഞ്ഞോ? എക്സാമ്പിൾസ് ഒക്കെ എത്രയേ ഉള്ളൂ? I am not I'm not. I'm not. I am എന്ന് പറയണ്ട. am. in ഷോർട്ട് ആക്ക്. am. I'm not. എന്തു ക്ലിയർ ആയില്ല. She's not reading a book. Okay. I am politics. I'm not interested in politics. Yeah. Clear. I'm not. പറയൂ, ഒന്നുകൂടെ പറയൂ. എന്തു? Yes, miss. മിസ് ഇൻട്രസ്റ്റഡ് എന്നാ വരിക? എന്തോ? ഇൻട്രസ്റ്റഡ് എന്നാണോ വരിക? എന്താണ് വരിക? ഇൻട്രസ്റ്റഡ് അല്ല വരാ. അതാ ഞാൻ ചോദിച്ചത്. എന്തുകൂടെ അതാ ഒന്നുകൂടെ ഞാൻ പറയാൻ പറഞ്ഞേ. ഇൻട്രസ്റ്റഡ് ആണോ? ഇല്ല, അതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റഡ് എന്ന് വരൂ. എന്തു? ED വരില്ലേ മിസ്സേ? I am interested എന്ന് മാത്രം വരുള്ളൂ. കണ്ടിന്യൂസ് എന്താ വരിക? ING. ING. അപ്പൊ എന്താ ഇൻട്രസ്റ്റിംഗ് അല്ലേ വരാ? അപ്പൊ I am not interesting in politics എന്ന് പറയൂ. പറയാലോ, തെറ്റൊന്നുമില്ലല്ലോ. ഓക്കെ. ഓക്കെ. I'm not going today hospital, maybe tomorrow. Not going. I'm not going hospital today എന്നാ പറയാ. Okay. Or maybe tomorrow. I'm not attending. Okay. I'm not attending. I'm not attending program on Today's next. schools are not working. എന്തോ? Today's schools are not working. Today's schools are not working. Today's schools are not working. ആ സെൻസ് കറക്റ്റ് ആണോ? I am not. Today's schools are not working. ആ സെൻസ് കറക്റ്റ് ആണോ? കഴിഞ്ഞു, ആരും മിണ്ടുന്നില്ലേ? കറക്റ്റ് ആണോ സെന്റൻസ്? സെന്റൻസിൽ തെറ്റൊന്നുമില്ല, പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ നമുക്ക് എങ്ങനെയാ പറയാ? പറയോ ആരെങ്കിലും? സ്കൂൾ ഈസ് ആണോ? റസീനാണോ? പറഞ്ഞോളൂ. സ്കൂൾ ഈസ് വർക്കിംഗ് ആണോ? പറഞ്ഞോളൂ. സ്കൂൾ ഈസ് ആണോ ആറാണോ? സ്കൂൾ ആർ നോട്ട് വർക്കിംഗ് ടുഡേ. കറക്റ്റ് ആണ്, ജെൻസ് കറക്റ്റ് ആണ്. കുറച്ചൊരു ബെറ്റർ അങ്ങനെയാ. ഐ എം നോട്ട് ഇൻട്രസ്റ്റിംഗ് യുവർ ടീച്ചിങ്. ആണോ? കറക്റ്റ് ആണോ? സോറി, കറക്റ്റ് ആണെന്നല്ല, താല്പര്യമില്ല. എക്സാമ്പിൾ പറഞ്ഞതാണോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ആരാ പറഞ്ഞേ? ആദിഷ്.
ആദിഷ് എന്നാണ് പേര്, ആദിഷ്. എക്സാമ്പിൾ ആണെങ്കിലും എനിക്ക് ചെറുതായിട്ടൊന്ന് കൊണ്ടു. ഓക്കെ, ഷബീന പറഞ്ഞു എക്സാമ്പിൾ മനസ്സിലായോ അത്? No, ma'am. Not Today- clear. Schools are not working എന്നാണ് ഷബീന പറഞ്ഞത് അല്ലേ? ആദിഷ് ഇറ്റ്സ് ഓക്കേ, ഞാൻ പറഞ്ഞ വെറുതെ ഓക്കെ. ഷബീന പറഞ്ഞത് ടുഡേ സ്കൂൾസ് ആർ നോട്ട് വർക്കിംഗ് Yes, ma'am. അല്ലേ? ഇന്ന് സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഷബീന ഉദ്ദേശിച്ചത്. കറക്റ്റ് ആണോ? Yes. ആ സെന്റൻസിന് മിസ്റ്റേക്ക് ഇല്ല, പക്ഷെ അതിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് വേറെ രീതിയിൽ പറയാം. അതെങ്ങനെയാണെന്ന് അറിയോ ഷബീനയ്ക്ക്? അതൊന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റിയാൽ മതി. പറയാവോ? Schools are not working today. അതല്ലേ നല്ലത് അല്ലേ? Okay. Okay, ma'am. Exactly correct as an answer. Okay, so schools are not working today. Clear? Yes, ma'am. Okay. Yeah. വേറെ നെക്സ്റ്റ് എക്സാമ്പിൾ എന്തെങ്കിലും ഉണ്ടോ ഇനി? അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ക്ലിയർ ആയോ എല്ലാവർക്കും? പറയൂ. മാം പ്രസന്റ് കണ്ടിന്യൂസില് പിന്നെ എപ്പോഴും ഇത് ING ഫോം ആയിരിക്കും അല്ലേ? ING ഫോം. കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോൾ അത് ING ഫോം ആണ്. അതിപ്പോ പ്രസന്റ് ആയാലും സിമ്പിൾ ആയാലും ഫ്യൂച്ചർ ആയാലും ING ഫോം അവിടെ എന്തായാലും ഉണ്ടാവും. ഓക്കെ, വെർബിന്റെ കൂടെ ING ഫോം എന്തായാലും ഉണ്ടാവും. വെർബിന് മുൻപുള്ളത്, അതായത് ഇപ്പൊ I am, he is എന്നൊക്കെ ഉള്ളതായിട്ട് മാറാം. ഓക്കെ, പ്രസന്റിലാണെങ്കിൽ he is വരാം, പാസ്റ്റ് ആണെങ്കിൽ he was വരാം. ഓക്കെ, ഫ്യൂച്ചർ ആണെങ്കിലോ പഠിക്കാം. ഓക്കെ, അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ക്ലിയർ ആണ് എല്ലാവർക്കും? ക്ലിയർ? ഹരിത എന്താ പറഞ്ഞേ? ക്ലിയർ ആണെന്നാണ്. ഫ്യൂച്ചർ ആണെങ്കിൽ ഏതാ വരിക? ഈസ് വാസ്. ഫ്യൂച്ചർ ആണെങ്കിൽ ഫ്യൂച്ചർ ആണെങ്കിൽ എന്താ വരിക? പറയൂ. ആരെങ്കിലും പറയോ? പ്രസന്റ് ആണെങ്കിൽ ഈസ് പറയാം, പാസ്റ്റ് ആണെങ്കിൽ വാസ് പറയാം, ഫ്യൂച്ചർ ആണെങ്കിലോ വില്ലാണ് വരാം. ഓക്കെ, വിൽ ഷാൽ അല്ലെ, രണ്ടും വരാം. ഓക്കെ, ക്ലിയർ? Moving on to the next. ഏതാ? പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് അത് സെപ്പറേറ്റ് എഴുതി തരുമോ? നോട്ട് തരുമോ? പിന്നെ തരാലോ. നമ്മൾ ഫ്യൂച്ചർ എത്തിയിട്ടില്ല, ഫ്യൂച്ചർ എത്തട്ടെ. അല്ല, ഇപ്പൊ മിസ്സാ പറയുന്ന കൂട്ടത്തിൽ തന്നെ പറഞ്ഞ എഴുതി പോയാൽ അത് കഴിയില്ലേ? ഏതാണ്? ഇപ്പൊ സിമ്പിൾ പ്രസന്റ്, അതായത് കണ്ടിന്യൂസ്ലി ഇത് വരുമ്പോഴേ മനസ്സിലായത് നോക്കൂ. സ്ക്രീനിൽ അതായത് ഷാള് വില്ല് അതൊക്കെ വരുന്നത് ഫസ്റ്റ് നിങ്ങൾ സ്ക്രീനിൽ നോക്കൂ. ഇവിടെ നോക്കിയേ, പ്രസന്റ് സിമ്പിൾ. പ്രസന്റ് സിമ്പിളില് എന്താ വരാ നോക്കൂ. കണ്ടിന്യൂസ് ആണെങ്കിൽ ഈസ്, ആർ റൈറ്റിംഗ്. ക്ലിയർ? പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസ്, ഹാവ് റിട്ടേൺ. അതിങ്ങനെ എഴുതി പോയാൽ മതിയോ? ഇപ്പൊ തന്നെ ഇതിന്റെ കൂടെ എഴുതി പോയാൽ ഒന്നും കൂടി മനസ്സിലാവൂലേ? എഴുതിയും കുഴപ്പമില്ല, കാരണം നിങ്ങൾക്ക് ഈ നോട്ട് ഞാൻ തരുമല്ലോ, അപ്പൊ എഴുതണോ ഇനി? ഇതിന്റെ കൂടെ ആവുമ്പോ അത് മനസ്സിലായി അങ്ങനെ പോകും. പിന്നെ ആവുമ്പോ അത് കുറച്ച് ഇപ്പൊ ഞങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോ നോട്ടിൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതെല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ എല്ലാ നോട്ട്സ് ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ, ഫ്യൂച്ചർ വരെ ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ നമുക്ക് ക്ലിയർ ആവും. അതിനുശേഷം കറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സിമ്പിൾ ട്രിക്കിലൂടെ പറഞ്ഞുതരാം. മിസ് ഒരു കാര്യം പറയട്ടെ. മിസ് ക്ലാസ് എടുക്കുമ്പോ അന്നേരം ക്ലിയർ ആവുന്നുണ്ട് കുറെ, പക്ഷെ പിന്നീട് നോട്ട് നോക്കി കഴിയുമ്പോ ഒന്നും മനസ്സിലാവുന്നില്ല. അതാണ് സംഭവം. അതാ മിസ്സേ പറഞ്ഞത്, ഒപ്പം പറഞ്ഞു പോയി അതിന്റെ ഒപ്പം തന്നെ ആ നോട്ട് മിസ്സാ പറയുന്ന കൂട്ടത്തിൽ എഴുതി കഴിഞ്ഞാല് അത് പിന്നെ നോക്കി കഴിഞ്ഞാൽ അറിയും. ശരിക്കും ഞാൻ പോകുന്ന അങ്ങനെയാണ്. കാരണം
ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ്, നമ്മളിപ്പോൾ പ്രസന്റാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്രസന്റ് ആണ്. പ്രസന്റ് പറയുന്നതിന്റെ ഇടയിൽ നമ്മൾ പാസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും കൺഫ്യൂഷൻ വരും. അതിന് മിസ് ഈ സിമ്പിൾ ആയിട്ടുള്ള നോട്ട് തന്നെ മതി. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ ഈ നോട്ട് അപ്പൊ തന്നെ എഴുതുക. എന്നാ പിന്നെ ഒന്നും കൂടിയും കുറച്ചൊക്കെ ഇതുണ്ടാവും. പിന്നെ എടുത്ത് നോക്കുമ്പോ ഇതാവണില്ല. അതിന് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണാൻ നോട്ട് തന്നെ മതിയോ? ഇത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ നോട്ട് തന്നത്. അത് വേണ്ടെങ്കിൽ ഓക്കെ, വേണ്ട. സ്ക്രീനിൽ കാണുന്ന നോട്ട് മാത്രം മതിയെങ്കിൽ ഓക്കെ, എന്താ പറയാ? മിസ് നോട്ടാക്കിയാണ്ട് തരുന്ന അതിൽ തന്നെ പറഞ്ഞു പോയാ മതി. സിമ്പിൾ ആയിട്ടില്ല, കുറച്ചൊരു ഇതായിട്ട്. അതാണ് ഇപ്പൊ ഞാൻ പറയുന്നേ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സിമ്പിൾ പ്രസന്റ്, ഇപ്പോ സിമ്പിൾ പ്രസന്റ് നമ്മള് സ്ക്രീനിൽ നോക്കൂ. സ്ക്രീനില് സിമ്പിൾ ആണ്, നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. ഹാബിറ്റ്സ്, റൊട്ടീൻസ്, പെർമനന്റ് സിറ്റുവേഷൻസ്, ഫാക്ട്, യൂണിവേഴ്സൽ ട്രൂത്ത്, ടൈം ടേബിൾ, ഷെഡ്യൂൾസ്, ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ പറയാനായിട്ട് നമ്മൾ എന്താ സിമ്പിൾ പ്രസന്റ് ആണ് യൂസ് ചെയ്യാം. അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നിങ്ങൾ നോട്ട് എഴുതിയെടുത്തത്, അല്ലെ? അപ്പോ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് നോക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്നാ തോന്നുന്നത്. കമ്പയർ ചെയ്ത് പഠിക്കാൻ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ്സിൽ കേട്ട് പോയിട്ട് മാത്രമായില്ല. നിങ്ങൾ നോട്ട് നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരും, അത് ഒബ്വിയസ്ലി വരും. ഓക്കെ, അപ്പോ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി പഠിക്കാൻ നോക്കാം. ഇതിന് ശേഷം ഇതെല്ലാം പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഇതെല്ലാം നമ്മൾ നോട്ട് എഴുതിയതിനു ശേഷം ഞാൻ കുറച്ച് സെന്റൻസ് തരും. അത് നിങ്ങളോട് പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചർ എഴുതാൻ പറയും. ആ ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കൺഫ്യൂഷൻ ആ ടൈമിൽ മാറും. മനസ്സിലായോ? ഇതിപ്പോ നോട്ട് തരുന്നത് എന്തിനാണെന്ന് അറിയോ? നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഇല്ലെങ്കിൽ ഓക്കെ, എനിക്കതിന് വിഷയമില്ല. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? നോട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കുന്ന നോട്ടാണോ മനസ്സിലാവാതെ? ഞാൻ എഴുതാൻ പറയുന്ന നോട്ടാണോ മനസ്സിലാവാത്തത്? ഒരു ക്ലാരിഫിക്കേഷൻ വേണം. ഒന്ന് ആരെങ്കിലും എന്നോട് പറയാമോ? പറയൂ. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. സിമ്പിൾ പ്രസന്റ് നമ്മൾ കഴിഞ്ഞതാണ്. സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞു എല്ലാവരും. സിമ്പിൾ പ്രസന്റ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാം? സംസാരിക്കോ? സിമ്പിൾ പ്രസന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യാം? അനു പറയൂ. ഷബീന പറഞ്ഞോളൂ, പറയൂ. റീഡോ? റീഡ് വരൂ. റീഡ് വരൂ. അയ്യല്ലേ വരാ? I walk to the school. I walk into school. നിങ്ങൾ പഠിച്ച് താഴോട്ടാ വരുന്നേ. പ്രസന്റ് കണ്ടിന്യൂസ് ചോദിച്ചാല് സിമ്പിൾ പ്രസന്റ് പറയും. സിമ്പിൾ പ്രസന്റ് ചോദിച്ചാൽ നിങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസ് പറയും. തൊയ്ബ പറഞ്ഞത് അത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ ആദ്യം അത് പറയോ? ക്ലാസ്സിൽ ശരിക്കും നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നിട്ടാണോ? അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഫസ്റ്റ് അടങ്ങി ഒന്നുകൂടെ പറഞ്ഞു പോകാം. നമുക്ക് പറയൂ. മിസ്സിന് ബുദ്ധിമുട്ടാവില്ല? ടെൻസ് ഒന്നും കൂടെ ഫസ്റ്റോട് ഒന്ന് പറഞ്ഞുതരാം, എനിക്ക് ക്ലിയർ ആകുന്നില്ലത്. ഇത് പറഞ്ഞാ പോരെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് വല്ല ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളൊന്നും പറയാത്തേ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കൂ. ഇപ്പൊ എന്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയൂ. മനസ്സിലാവുന്നില്ല മിസ്സേ എന്ന് പറയൂ. ഓക്കെ, എനിക്കതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ
ഇരിക്കുന്നത്. പഠിപ്പിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പറയാം. നിങ്ങളത് പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതാ നിങ്ങളോട് എല്ലാ ദിവസവും ഞാൻ ഈ ചോദിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആണോ, ആണെന്ന് പറയും. മിസ് പറയണത് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഗ്രാമറിനെ കുറിച്ച് ഒരുവിധം പേർക്കും അറിയില്ല ഒന്നും. അതാണ് സത്യം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരുപാട് തല പുകഞ്ഞ് ആലോചിക്കുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, ഇപ്പോ ഞാൻ പറഞ്ഞില്ല സിമ്പിൾ പ്രസന്റ്, നിങ്ങൾ ആ വേർഡ് മനസ്സിലാക്കൂ. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് എന്ന് പറയുമ്പോ എന്താ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതേപോലെ എന്നോട് റെസ്പോണ്ട് ചെയ്ത് സംസാരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. അല്ലാതെ ഞാൻ പറയുന്നത് മാത്രം എനിക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, നമുക്ക് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ സിമ്പിൾ എന്ന് കേൾക്കുമ്പോ എന്താ? സിമ്പിൾ വേർഡ്, അങ്ങനെ ചിന്തിക്കൂ. സിമ്പിൾ വേർഡ് ആണ്, അതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അങ്ങനെ മാത്രം ചിന്തിക്കൂ. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്തായിരിക്കും? പ്രസന്റ് നടക്കുന്ന ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായോ? മനസ്സിലായി? മാം, നമുക്കിത് പഠിക്കുമ്പോ പെട്ടെന്ന് ക്ലിക്ക് ആകുന്ന ഒരു ട്രിക്ക് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരും. ട്രിക്ക് ഞാൻ ട്രിക്ക് പറഞ്ഞു തരുന്നില്ല, ട്രിക്കാണ്. പക്ഷെ നിങ്ങൾക്കത് അപ്പൊ പറയുമ്പോ മനസ്സിലാവുന്നുണ്ട്. കുറച്ചു നേരം ഞാൻ നോട്ട് എടുത്ത് നോക്കുന്നു. ശരി, അതെന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത് കൊണ്ടാ. ഇവിടെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് പറയുന്നതോറും എനിക്ക് ഇത് ഫുള്ള് പെട്ടെന്ന് എന്താ, ഞാനിതിപ്പോ ബൈഹാർട്ടായി. മനസ്സിലായോ? ഇങ്ങനെ പഠിപ്പിച്ച് ബൈഹാർട്ടാവും നമുക്ക് ഓൾറെഡി. ഐ ഡ്രിങ്ക് സോഡ എവറി ഈവനിങ്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ അതാ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പറയൂ. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാ. നമ്മള് പറയും തോറും നമ്മുടെ ബ്രെയിനിൽ പെട്ടെന്ന് കയറും. പിന്നെ നമ്മൾ ഒരിക്കലും മറക്കില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, പറയൂ. നിങ്ങൾ തന്നെ ഷോർട്ടാക്കി പറയൂ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ആരും മിണ്ടില്ല. നിങ്ങളുടെ വിചാരം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണേണെന്നാണ്. പക്ഷെ അത് ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാം ചെയ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ നിങ്ങൾ ചീത്ത പറയാനോ പിഴങ്ങാനോ നിൽക്കുന്നില്ല. തെറ്റുണ്ടാവാം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിരുത്തി തരാം. ചിലപ്പോ നിങ്ങളെ കൊണ്ട് സ്വയം കറക്റ്റ് ചെയ്യിപ്പിക്കും. അതെന്തിനാണ്? നിങ്ങൾക്ക് പഠിക്കാനാണ്. മനസ്സിലായോ? ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞതെല്ലാം അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അയ്യോ ദേ മിസ് എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പൊ നീ മിണ്ടണ്ട, അങ്ങനെ വിചാരിച്ചിരുന്നാല് നിങ്ങൾ ഒന്നും പഠിക്കില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് ഒരാളോട് ചോദിച്ചു, അപ്പൊ ചോദിച്ച ആള് പറയും എനിക്ക് മനസ്സിലായില്ല മിസ്സേ, ഒന്നുകൂടെ പറയൂ എന്ന് വെച്ചാൽ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരും. ഓക്കെ, അത് തെറ്റിയാലോ മേടിച്ചിട്ടാണ് ആരൊന്നും മിണ്ടാത്തത്. പക്ഷെ അത് മണ്ടത്തരല്ലേ? തെറ്റും എന്തായാലും തെറ്റ് വരും. തെറ്റിലൂടെയല്ലേ പഠിക്കുള്ളൂ. ഞാൻ നിങ്ങളെ പിണങ്ങിയൊന്നുമില്ല, ചീത്ത പറയില്ല, കളിയാക്കൂല, അതൊന്നും ചെയ്യില്ല. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് മനസ്സിലായില്ല. ആർക്കും മനസ്സിലായില്ല. കുറച്ചു പേർക്ക് എന്താ മനസ്സിലായില്ല. സിമ്പിൾ പ്രസന്റ് ഇവിടെ ആർക്കാ മനസ്സിലായെന്ന് പറയോ? ആർക്കെങ്കിലും മനസ്സിലായോ സിമ്പിൾ പ്രസന്റ് എന്താണെന്ന്? 31 സ്റ്റുഡൻസ് ഉണ്ട്. ആർക്കെങ്കിലും മനസ്സിലായോ? സിമ്പിൾ പ്രസന്റ് എന്ന് വെച്ചാൽ ചെറിയ സെന്റൻസ് ഉണ്ടാക്കുന്നതല്ലേ? എക്സാമ്പിൾ ഐ ഡ്രിങ്ക് ടീ അങ്ങനെയൊക്കെ പറയാം. ഹരിത കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ ചെറിയ സിമ്പിൾ ആയിട്ട് ചെറിയ സെന്റൻസ് വെച്ച് ഉണ്ടാക്കുന്നത്. ഈ പ്രസന്റ് സമയത്ത് നടക്കുന്ന, ഉദാഹരണത്തിന് ഐ ഡ്രിങ്ക് ടീ, വി ഗോ ടു ദ ജീപ്പ്, അങ്ങനെയൊക്കെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കുന്നത് സിമ്പിൾ പ്രസന്റ്. അതൊന്ന് അല്ലേ? പിന്നെ എന്താണ് നമ്മുടെ പെർമനന്റ് സിറ്റുവേഷൻ, അതായത് യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത് നിങ്ങൾ അത് ഒരുപാട് തലപൊരുണ്ട എന്നുവെച്ചാൽ എന്താ? പ്രപഞ്ച സത്യങ്ങൾ. അത് നമുക്കിപ്പോ പറയേണ്ട ആവശ്യം വന്നാൽ മാത്രം നമ്മളത് പറയുള്ളൂ അല്ലെ? സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ? അപ്പൊ അങ്ങനെ പറയും. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത എന്താണെന്ന് അറിയോ? ഇപ്പോ സിമ്പിൾ പ്രസന്റില് ഐ യു വി ദേ വന്നാല് അതിന്റെ വെർബ് എന്തായിരിക്കും എന്ന് പറഞ്ഞാലെങ്കിലും? ഐ യു വി ദേ വരെയാണെങ്കിൽ വെർബ് എന്തായിരിക്കും? പറയൂ. എന്തോ? വെറുബല്ലേ ഞാൻ ചോദിച്ചേ? വെറുബാണ്.
വെർബ് മീൻസ് പ്രവൃത്തികൾ. ഡൂയിങ്. ഡൂയിങ്ങോ? ഡൂയിങ് അല്ല, അതാണ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അതാണ്. വേർബ് ആ പറയൂ. വേർബ് 1. വേർബ് 1 ആണ്. ഓക്കെ, V1 ആണ്. I, you, we, they വന്നാല് ഈ ടിഫിൻ സിംഗുലർ ആണ്. സിംഗുലർ ആണോ? പ്ലൂറൽ ആണ്. I, you, we, they വന്നാല് പ്ലൂറൽ വേർബ് ആണ്. പ്ലൂറൽ വേർബിന്റെ എക്സാമ്പിൾ പറഞ്ഞാരെങ്കിലും തെറ്റിയാലും കുഴപ്പമില്ല. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പറയൂ, എല്ലാവരും പറയൂ. എക്സാമ്പിൾ പറയൂ. I, you, we, they. Right. Yeah. അപ്പോ കംപ്ലീറ്റ് ചെയ്യൂ. I write, you write, we write, they write. Okay, clear ആയോ? യെസ് മാം, ഇത് ക്ലിയർ ആയി. ക്ലിയർ ആയി. ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുമ്പോ മിസ് ഒന്നുകൂടെ പറയുന്നതിലൊന്നും പറയരുത്. മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ചെയ്ത് പോണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോ ചോദിക്കണം. നമുക്ക് ഇവിടെ വെച്ച് സിമ്പിൾ പ്രസന്റ് ക്ലിയർ ആക്കാം. ഓക്കെ മിസ് ഇപ്പൊ പറഞ്ഞല്ലേ ഐ റൈറ്റ്, ഐ സ്പീക്ക് അങ്ങനെ പറഞ്ഞില്ലേ? അപ്പം എന്താ അങ്ങനെ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് എക്സാമ്പിൾസ് നോട്ട് തരും മിസ്സേ. എക്സാമ്പിളോ? അല്ല, അങ്ങനെയല്ല. നമ്മൾ ഈ സിംഗുലർ വരുന്ന പ്ലൂറൽ വരുന്ന തിരിച്ച് നമുക്ക് നോട്ടായിട്ട് ഇപ്പൊ ഒന്ന് പറഞ്ഞു തരുമോ എഴുതാനായിട്ട്? അതാ പറഞ്ഞു മിസ്സേ, പറഞ്ഞു പോയാൽ അത് അപ്പൊ എഴുതി പിന്നെ എടുത്ത് നോക്കുമ്പോ അത് കിട്ടും. അത് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞത് I, you, we, they വരുമ്പോൾ ഇപ്പൊ പറഞ്ഞല്ലോ റൈറ്റ്. ഓക്കെ, he, sheet ആണെങ്കിലോ? he, sheet ആണെങ്കിലോ? അത് സിംഗുലർ അല്ലേ? യാ, റൈറ്റ്സ്. മനസ്സിലായോ? എസ് കൂട്ടണം അതിന്റെ കൂടെ. കൂട്ടണം. അതാ ഫസ്റ്റ് അത് പഠിക്കൂ. I, you, we, they. I write, they write, you write, we write. ഓക്കെ, അത്രയും മനസ്സിലാക്കണം. Then he, sheet ആണെങ്കിലോ? he writes. he writes പറയണം. മനസ്സിലായോ? ഷീ ആണെങ്കിലും റൈറ്റ്സ്. writes. she writes a book വേണമെങ്കിൽ പറയാം. ഓക്കെ, മനസ്സിലായോ? മിസ്സേ ഓക്കെ മാം. മിസ്സേ അത് ഒന്നുകൂടെ പറയാം. സിംഗുലറും പ്ലൂറലും എനിക്ക് മനസ്സിലായില്ല. അതെങ്ങനെയാ ഏറ്റവും റൈറ്റ്സ്? ഇപ്പോ പ്ലൂറൽ എന്ന് പറയുമ്പോ ഇപ്പൊ റൈറ്റ് എന്നൊരു വെർബ് അത് പ്ലൂറൽ ആണ്. റൈറ്റ്. ഓക്കെ, റൈറ്റ് എന്ന് പറയുമ്പോ അത് പ്ലൂറൽ ആണ്. അതിന് സിംഗുലർ വരുമ്പോ എസ് ആഡ് ചെയ്യും. റൈറ്റ്സ്. മനസ്സിലായോ? ഒരിക്കലും മറക്കരുത്. എല്ലാവർക്കും മിസ്റ്റേക്ക് വരുന്നതാണ്. സിംഗുലർ റൈറ്റ്സും പ്ലൂറില് റൈറ്റുമാണ്. എല്ലാവരും എസ് ആഡ് ചെയ്യുമ്പോൾ അത് പ്ലൂറിലാണെന്ന് വിചാരിക്കും, പക്ഷെ തെറ്റാണ്. ഓക്കെ, റൈറ്റ്സ് വരുമ്പോ അതെന്താ സിംഗുലർ ആണ്. അപ്പോ സിംഗുലർ നൗൺ ഏതൊക്കെയായിരിക്കും? ഇപ്പോ സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയായിരിക്കും? ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്ട്? ഏതൊക്കെയാണ്? ഈ ഷീറ്റ്. ഈ ഷീറ്റ്. അതിന് മലയാളം നോക്കൂ നിങ്ങൾ. അവൻ, അവൾ, അത്, ഇറ്റ്, അതോ ഇതോ എന്നാണ് അല്ലെ? അപ്പൊ ഈ അവൻ, അവൾ എന്ന് പറയുമ്പോ ഒരാളല്ലേ? ആണോ? യാ. അപ്പൊ അതിന്റെ കൂടെയാണ് ഈ റൈറ്റ്സ് വരാം. കാരണം എന്താണ്? അവൻ, അവൾ, ഇത് എന്നൊക്കെ പറഞ്ഞത് ഒരാളാണ്. അപ്പൊ ഒരാളായത് കൊണ്ട് കൂടെ വരുന്ന വെർബും എന്താണ്? ഒരാൾ തന്നെയായിരിക്കും. സിംഗുലർ തന്നെയായിരിക്കും അല്ലെ? അങ്ങനെ വരണം, അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റും. അപ്പോ അതാ പറഞ്ഞ ഹി, ഷീ, ഇറ്റിന്റെ കൂടെ സിംഗുലർ ഒരു വേർബ് എന്ന് പറയുമ്പോ റൈറ്റ്സ് എന്ന് പറയാം. എസ് ആഡ് ചെയ്ത വേർബാണ് വരാ. ഒരിക്കലും മറക്കരുത്. ഓക്കെ, ഹി, ഷീ, ഇറ്റിന്റെ കൂടെ റൈറ്റ്സ് എസ് ആഡ് ചെയ്ത വേർബാണ് വരാ. അതാണ് പറഞ്ഞത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. The sun rises in the east. മനസ്സിലായോ? The sun rises in the east. അപ്പോ ഇവിടെ എന്താ റൈസസ് വരാൻ കാരണം? എന്താ?
പറയൂ. റൈസ് വരാൻ കാരണം എന്താ ഇവിടെ? സിംഗുലർ ആയ സൺ അല്ലെ? ദ സൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. മനസ്സിലായോ? അതുപോലെ തന്നെ എന്താ? വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ എന്താണ്? ബോയിൽസ് ആണ് വന്നേ. ബോയിൽസ് വരാൻ കാരണം എന്താണ്? വാട്ടർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. മനസ്സിലായോ? യെസ് മാം. ഓക്കെ. ഇപ്പോ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഐ ലൈക്ക് ഐസ്ക്രീം. ഐ ലൈക്ക് ഐസ്ക്രീം. എന്തുകൊണ്ടാണ് അവിടെ ലൈക്ക് വന്നേ? ഐ ഫ്ലോറൽ ആയോ? ഐ പ്ലൂറൽ ആയതുകൊണ്ട് അല്ലെ? അവന് ഐസ്ക്രീം ഇഷ്ടമാണെന്ന് എങ്ങനെ പറയാ? ഷീ ലൈക്സ് ഐസ്ക്രീം. യാ, ഷീ ലൈക്സ് ഐസ്ക്രീം. അത്രയേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായോ? യെസ് മാം. ഓക്കെ. എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ് മാം. യെസ്. സിമ്പിൾ പ്രസന്റ് വേറെ ഡൗട്ട് ഉണ്ടോ? പിന്നെ ഏതാ പറഞ്ഞേ? ഒരു സ്റ്റേറ്റ്മെന്റ്, സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്. ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. പറയൂ, സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് പറയൂ. പറയൂ. ഈസ് ആർ ഒക്കെ വെച്ചിട്ടാണ് പറയാ. ഈസ് ആർ, ആം ഈസ് ആർ പറയാം. You are a teacher. Yeah, you are a teacher. Correct ആണ്. അതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. Then പറയൂ. I am a student. Yeah, I am a student. Then I am a teacher. I am a teacher. Okay. വേറെ പറയൂ. ഇതാണ് പറയുമ്പോ പറയൂല. നിങ്ങൾ തന്നെ സെന്റൻസ് പറയൂ. She is a singer. ഷീസ് എ സിംഗർ. ശ്രദ്ധിക്കൂ. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് ഈസ് ആണ് അല്ലേ? ഐയുടെ കൂടെയാണെങ്കിൽ നമ്മൾ അയാം യൂസ് ചെയ്തു അല്ലേ? ഐയുടെ കൂടെ വന്നപ്പോ ആം യൂസ് ചെയ്തു. ഹീയുടെ കൂടെ വന്നപ്പോ ഈസ് യൂസ് ചെയ്തു. യുവിന്റെ എന്താ? ആർ യൂസ് ചെയ്തു. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ആണ്. മനസ്സിലായോ? I am a teacher. You are a student. He is a magician. He is a gentleman എന്നൊക്കെ പറയില്ലേ? അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയാണോ? അവൻ എന്താണ്? അവനൊരു ഡ്രൈവർ ആണ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് ആണോ? ഈസ് എ ഡ്രൈവർ അല്ലേ? ഇനി അതൊരു സെന്റൻസ് പറയാനാണെങ്കിലോ? ഒരു സെന്റൻസ് പറയും. ഞാൻ ഒരു സെന്റൻസ് പറയാം. അത് തിരിച്ച് ഇംഗ്ലീഷ് പറയണം. ഓക്കെ? ഓക്കെ മാം. അവനെ കാണാൻ നല്ല ഭംഗിയാണ്. He is looking like beautiful. He looks handsome. Then ശ്രീഹരി കറക്റ്റ് ആണ്. Then Looks beautiful. he looks Very beautiful. very beautiful. Then He looks handsome. yeah, he looks handsome. Then പറയൂ. He is very smart. ഭംഗിയല്ല. He is very smart. റസീന, he is very smart എന്ന് പറയുന്നത് എന്താണ്? അതിന് മലയാളം പറഞ്ഞേ. റസീന പറഞ്ഞതിന് മലയാളം പറയൂ. He is very smart. സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ അതിന് മലയാളം പറഞ്ഞേ. He looks very beautiful. മിസ് പറഞ്ഞു. He looks very beautiful. Okay. റസീന പോവല്ലേ? റസീന പറയൂ. റസീന പറഞ്ഞതിന്റെ മീനിങ് ഒന്ന് പറയൂ. ഭംഗിയുണ്ടെന്നല്ല, സ്മാർട്ട് അങ്ങനെ. അല്ല, ഞാൻ പറഞ്ഞ കളിയാക്കാനൊന്നല്ല. എല്ലാം okay. ഹി ഈസ് വെരി സ്മാർട്ട് എന്നല്ല പറഞ്ഞേ. അതെന്താ?
അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? അവൻ സ്മാർട്ട് ആണ്. ആൻസർ സെന്റൻസ് കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അവന് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ അതെങ്ങനെയാ റസീന? അത് പിന്നെ എല്ലാവരും ഓരോന്ന് പറഞ്ഞ് അതിന്റെ ഇതേള് പറഞ്ഞപ്പോ പിന്നെ ഞാൻ മാറ്റിയതാണ്. ഓക്കെ, എന്നാലിത് പറയൂ. അവന് കാണാൻ നല്ല ഭംഗി. ഹീസ് വെരി ബ്യൂട്ടിഫുൾ. അതും സ്റ്റേറ്റ്മെന്റ് ആണ്. അവനെ കാണാൻ ലുക്സ് ലൈക്ക് അവനെ കാണാൻ ആരെ പോലെയാണ്? അപ്പൊ അങ്ങനെ പറയും, അവനെ കാണാൻ ആരെ പോലെയാണ്? വെട്ടില്ല, പറഞ്ഞോളൂ, വെട്ടില്ല. അവനെ കാണാൻ എന്താ എന്നെ പോലെയാണ് എന്ന് പറഞ്ഞെനിക്ക്. അവളെ കാണാൻ എന്നെ പോലെയാണ്. ഷീ ലുക്സ് ലൈക്ക് മീ. യാ, കറക്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇതാണോ പെട്ടെന്ന് പറഞ്ഞേ? ഷീ ലുക്സ് ലൈക്ക് മീ അല്ലെ? അപ്പോ ഷീ ലുക്സ്, അവിടെ ലുക്സ് വരാൻ കാരണം ഷീ വന്നുകൊണ്ടാണ്. ക്ലിയർ? ഓക്കെ, കുറച്ചൊക്കെ മനസ്സിലായി. അപ്പോ ഹി ലുക്സ് വെരി ബ്യൂട്ടിഫുൾ, അങ്ങനെ കുറച്ച് പേരൊക്കെ പറഞ്ഞു. ഇതെല്ലാം കറക്റ്റ് ആണ്. ഹി ലുക്സ്, അതാണ് ഇമ്പോർട്ടന്റ് അല്ലെ? ഹി ലുക്ക് എന്ന് പറയുന്നത് ഹി ലുക്സ് ആണ് വരാ. ഹി ലുക്സ് ലൈക്ക് എ ബോബ്. ഓക്കെ, ഷി ലുക്സ് ലൈക്ക് എ ബോബ്, കറക്റ്റ്. അപ്പോ ഷീ ഒക്കെ വരുമ്പോ ലുക്സ് ആണ് വരാ, റൈറ്റ്സ് ആണ് വരാ, വാക്സ് ആണ് വരാ. ഓക്കെ, അപ്പോ ഈസ്, ആം, ആർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആണ്. യു ആർ വെരി ബ്യൂട്ടിഫുൾ, നീ സുന്ദരിയാണ് അല്ലെ? നീ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ സുന്ദരിയോ സുന്ദരനോ ആരോ അല്ലേ, അങ്ങനെ പറയാം. അത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഹി ഈസ്, ഡൗട്ട്. ഈസ്, ആം, ആർ യൂസ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആന്ന് പറയില്ല. അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ അടുത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ അത്? സിമ്പിൾ പ്രസന്റ് സ്റ്റേറ്റ്മെന്റ്. പ്രസന്റിൽ വരുമ്പോൾ ഈസ്, ആം, ആർ ആണ്. അത് ഓൾറെഡി അറിയാവുന്നതല്ലേ? ഈസ്, ആം, ആർ ആണ്. സിമ്പിൾ പ്രസന്റിൽ യൂസ് ചെയ്യുമ്പോൾ ഈസ്, ആം, ആർ. ഓക്കെ, അതായത് അവൻ ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു ടീച്ചറാണ്. ഐ എം എ ടീച്ചർ അല്ലെ? നിങ്ങൾ സ്റ്റുഡൻസ് ആണ്. യു ആർ എ സ്റ്റുഡൻസ്. ഞാനൊരു ടീച്ചർ ആയിരുന്നു എന്താ പറയാ? പറയൂ. ആയിരുന്നു പാസ്റ്റ് ആണ്, പ്രസന്റ് അല്ല, പാസ്റ്റ് ആണ്. അപ്പൊ എന്താ വരാ? ഞാനൊരു ടീച്ചർ ആയിരുന്നു. വാസ് അല്ലെ? ഷി വാസ് എ ടീച്ചർ, അവൾ ടീച്ചർ ആയിരുന്നു. പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ പാസ്റ്റ് അവിടെ നിൽക്കട്ടെ. ഹി വാസ് എ ടീച്ചർ എന്ന് വരുമോ? അവൾ ടീച്ചർ ആയിരുന്നു. ഐ വാസ് എ ടീച്ചർ. ഞാൻ ടീച്ചർ ആയിരുന്നു, ഐ വാസ് എ ടീച്ചർ എന്നാണോ? അതെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ പാസ്റ്റ് അവിടെ നിൽക്കട്ടെ. പ്രസന്റ് മനസ്സിലായോ? യെസ് മാം, പ്രസന്റ് ക്ലിയർ ആയിരുന്നു. പ്രസന്റ് ക്ലിയർ ആയി. അപ്പൊ കുറച്ച് സംസാരിക്കുന്നാല് പറയൂ, എന്തെങ്കിലൊക്കെ സംസാരിക്കും. എന്താ സംസാരിക്കാറ്? മലയാളത്തിൽ പറയൂ എല്ലാവരും. നമുക്കത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും മലയാളം പറഞ്ഞിട്ട് അത് പറയിപ്പിച്ചാൽ മതി. അതാവും ആരിലൊക്കെ പറയും. കൊള്ളാം. എല്ലാ പണിയും എനിക്ക്, നിങ്ങൾ ഫ്രീ. ആരിനെ സംസാരിക്കാൻ റെഡിയാണോ? സംസാരിക്കാൻ റെഡിയാണോ ആരെങ്കിലും? എങ്ങനെ മിസ് മലയാളത്തിൽ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലേക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകാനാണ്? ഞാൻ മലയാളത്തിൽ പറയും. സെന്റൻസ് പറഞ്ഞു മലയാളത്തില്. അനു ഒരു മലയാളത്തിൽ സെന്റൻസ് പറയൂ, ബാക്കി എല്ലാവരും ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഒരു സെക്കൻഡ് ആലോചിച്ചോട്ടെ. നല്ല റേഡിയാ, പറഞ്ഞോളൂ. അവർ ഫുട്ബോൾ കളിക്കുകയാണ്. അനു ഇംഗ്ലീഷ് പറയൂ. മിസ്, they are play football. അവർ ഫുട്ബോൾ കളിക്കുകയാണ്. അത് They കണ്ടിന്യൂസ് are playing ആണ്. football. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് കേട്ടോ.
സിമ്പിൾ പ്രസന്റ് പറയൂ. കളിക്കുകയാണ്, പഠിക്കുകയാണ്, ഉറങ്ങുകയാണ്, ഇതൊക്കെ കണ്ടിന്യൂസ് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ പ്രസന്റിൽ എന്താ പറയാ, ഞാൻ അവിടെ പോയി, മനസ്സിലായോ? ഓക്കെ. പിന്നെ അവർ സ്കൂളിൽ പോയി. അവർ സ്കൂളിൽ പോയി. അവർ സ്കൂളിൽ പോയി. പറയൂ ആരാ? We go to the bus station. We We go to the bus station. Bus stop. we go to the Bus bus. stop. Yeah. Bus stop-ലേക്ക് പോകുന്നു. Okay. അനു എന്താ പറഞ്ഞേ? അവർ സ്കൂളിൽ പോയി എന്നാ പറഞ്ഞേ. അവർ സ്കൂളിൽ പോയി. എന്താ പറയപ്പോ? We are going to school. ഞങ്ങൾ സ്കൂളിൽ പോകും. They are going to school. They went to school. They are going to school എന്നല്ലേ? They are Going to school. അത് കണ്ടിന്യൂസ് അല്ലേ? They They are went to going school എന്നല്ലേ? They are going to school. They go to school. ഏയ് വെന്റ് അല്ലേ മിസ്സേ? എന്തോ? അവർ സ്കൂളിൽ പോയി എന്നല്ലേ പറഞ്ഞത്? അവർ സ്കൂളിൽ പോകുന്നു. പ്രസന്റ്, നിങ്ങൾ പ്രസന്റ് ചിന്തിക്കൂ. പ്രസന്റ്, നമ്മൾ പ്രസന്റാ പറയുന്നത്. മിസ് അനു പറഞ്ഞത് സ്കൂളിൽ പോയി എന്നല്ലേ? അപ്പൊ അനു ഉദ്ദേശിച്ചത് എന്തായാലും അവർ സ്കൂളിൽ പോകുന്നു എന്നായിരിക്കും. ആണോ? Yes, ma'am. ഇപ്പൊ അവർ സ്കൂളിൽ പോയി എന്ന് പറയുമ്പോ അത് പാസ്റ്റ് ആണ്. എന്തല്ലേ പറയുള്ളൂ മിസ്? വെന്റല്ലേ പറയുന്നത്? പാസ്റ്റ് ആണ്. ഇപ്പൊ അവർ സ്കൂളിലേക്ക് പോകുകയാണ് എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂസ് ആണ്. മനസ്സിലായോ? അവർ സ്കൂളിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് ആണ്. അപ്പൊ they go to school. They go to school. Yeah. Okay. She ആണെങ്കിലോ? She go to school. She went to school. She went to school. ആരാ she went to school പറഞ്ഞേ? ഞാനാ. ഞാൻ വെന്റ് എന്തിലാ വരാ? വെന്റ് Past. Go to school. She go to school. She go to school അല്ലേ? go to school. ഇപ്പൊ എനിക്ക് ആക്റ്റീവിൻ പറഞ്ഞ കറക്റ്റാണ്. He goes to school. നിങ്ങൾ പഠിപ്പിച്ച് ഞാൻ പറഞ്ഞു ഷീ ഹീ ഒക്കെ വരുമ്പോ എസ് ആഡ് ചെയ്യണം വേർബിന്റെ കൂടെ. ഓക്കെ, മറന്നു പോവരുത്, മിസ്റ്റേക്ക് വരും. മനസ്സിലായോ? ഇനി എന്താ? പ്രസന്റില് നെഗറ്റീവ് വേണം. റസീന പറഞ്ഞോളൂ. പ്രസന്റ്, പാസ്റ്റ്, പിന്നെ ഫ്യൂച്ചർ അല്ലേ? അവൻ പോയി എന്നുള്ളത് ഈ മൂന്നിലൊന്ന് പറഞ്ഞുതരോ? ദേ ഗോ ടു സ്കൂളും ദേ ഗോയിങ് ടു സ്കൂളും പിന്നെ എഴുതിയെടുക്കണോ? എഴുതിയെടുക്കണോ? എഴുതിയെടുക്കണ്ടെന്നേ, നമുക്ക് പറയാം. ലെക്ചർ നോട്ട് പോലെ ചെറുതായി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്നും. അപ്പോ ഞാൻ മലയാളം എന്താ നമ്മൾ പറഞ്ഞേ? അവൻ സ്കൂളിൽ പോയി, അവൻ സ്കൂളിൽ പോകുകയാണ്, അവൻ സ്കൂളിൽ പോകുന്നു. ഇത് മൂന്നും റസീന മലയാളത്തിൽ എഴുതിയെടുത്തു. എഴുതിയിട്ടുണ്ടോ? ഓക്കെ, അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിന് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനെ നോക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ റസീന, അവിടെ ഉണ്ട്. തെറ്റിയാലും കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരും. റസീനക്ക് ഇപ്പൊ നോക്കിയിട്ട് മിസ് അത് മനസ്സിലായില്ല, മിസ് എനിക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ,
ഓക്കെ. പ്രസന്റ് മനസ്സിലായോ? പ്രസന്റ് നമ്മൾ പെട്ടെന്ന് പോയല്ലോ. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസും സിമ്പിൾ പ്രസന്റ് മനസ്സിലായോ? ഞാൻ സ്കൂളിൽ പോകുന്നു എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. ഞാൻ സ്കൂളിൽ പോകുകയാണ് എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആയി. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാനിത് ഒന്നുകൂടി ചോദിക്കും, എന്നിട്ട് മനസ്സിലാക്കുന്നത് പറഞ്ഞതാണ്. ഓക്കെ. അപ്പോ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ക്ലിയർ. ഇനിയിപ്പോ നമ്മള് സിമ്പിൾ പ്രസന്റിന് നെഗറ്റീവ് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞ നെഗറ്റീവ്? എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല, എനിക്ക് അവിടെ പോകുന്നു ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ എന്താ പറയാ? വെർബിന്റെ ഫ്രണ്ടിലെ നോട്ട് ചേർത്ത്. എന്തോ? വെർബിന്റെ ഫ്രണ്ടിലെ നോട്ട് ചേർത്ത് പറയും. ഓക്കെ. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല, എന്താ വരാ? I don't like. I don't love. I don't love പറയില്ല, ലൈക്ക്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അപ്പൊ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല എന്ന് പറയുമ്പോ എന്താ വരാ? I don't like ice cream. I don't like ice cream. ഈ ഡോണ്ട് യൂസ് ചെയ്യാൻ കാരണം ഡു പ്ലസ് നോട്ട് അല്ല, ഡു പ്ലസ് നോട്ട് നമ്മൾ ഷോർട്ട് ആക്കി ഡോണ്ട് പറഞ്ഞു. ക്ലിയർ? നമ്മൾ ഇനി അടുത്ത് എന്താ പറയാ? അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. She does not like ice cream. Does not like ice cream. She does not like ice cream. She does not. നമുക്ക് ഈ ഡസ് നോട്ടിനെ ഷോർട്ട് ആക്കാം. Doesn't. She doesn't like ice cream. She doesn't like ice cream. പറയൂ. She doesn't like ice cream. രമ്യ പറയൂ. She doesn't like ice cream. തൊയ്ബ? She doesn't not ice cream. തൊയ്ബ ഒന്നുകൂടെ. She doesn't not ice cream. തെറ്റാണ്. നമ്മള് ഡസ് നോട്ട് കൂട്ടി ഷോർട്ട് ആക്കിയാണ് ഡസിന്റ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടെ പറയൂ. She doesn't ice cream. She doesn't like ice cream. ഓക്കെ. അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറയുന്നത് ലൈക്ക്. ഇഷ്ടം എന്ന് പറയുമ്പോ അതിന്റെ ഇംഗ്ലീഷ് ഇതെന്താ? ലൈക്ക്. അല്ല എന്ന് പറയുമ്പോ ഡസിന്റ്. ഓക്കെ. ഷീ വന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഡസ് യൂസ് ചെയ്തത്. മിസ്, ഒരു ഡൗട്ട്. ഈ ഡസിന്റും ഡസ് നോട്ടും സെയിം തന്നെയല്ലേ? ഒന്ന് തന്നെയല്ലേ? അപ്പൊ നമുക്ക് ഡസ് നോട്ട് നാളിലും പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ അതിന്റെ അകത്ത്? ഷീ ഡസ് നോട്ട് ലൈക്ക് ഐസ്ക്രീം. ഇല്ല, മിസ്റ്റേക്ക് ഇല്ല, കറക്റ്റ് ആണ്. പക്ഷെ നമ്മള് ഫ്ലുവൻസിക്ക് വേണ്ടിയാണ് നമ്മൾ എന്താ ആ ഡസിന്റെ അവർ ഫ്ലോയിൽ പറയാൻ വേണ്ടിട്ടാണ്. ഡസ് നോട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ലാഗ് വരും അല്ലേ? Doesn't like ice cream. She doesn't like ice cream. He does not ice cream. Does not like ice cream. കണ്ടോ? ഡസ് നോട്ട് ലൈക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടത്. പക്ഷെ ഡസിന്റ് ലൈക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് പറയാൻ നല്ല എളുപ്പമാണ് അല്ലേ? ആ ഫ്ലോയിൽ പറയാം. She doesn't like ice cream. കണ്ടോ? അങ്ങനെ ഫ്ലോയിൽ പറഞ്ഞ് പഠിക്കും. ഇംഗ്ലീഷ് സിമ്പിൾ ആയിട്ട് പറയാം. They don't like each other. ശ്രീഹരി കറക്റ്റ്. അപ്പോ ഡസിന്റ് ഡോണ്ട് ഇതെല്ലാം പഠിച്ചു. സിമ്പിൾ പ്രസന്റ് ക്ലിയർ ആയി. പ്രസന്റ് കണ്ടിന്യൂസ് ക്ലിയർ ആയി. ആണോ? ഇപ്പോ പ്രസന്റ് കണ്ടിന്യൂസില് അവൾ എന്താണ് ഇപ്പോ അവർ സ്കൂളിൽ പോകുകയാണ് എന്ന് പറയുന്നത് എങ്ങനെയാ പറയാ? പ്രസന്റ് കണ്ടിന്യൂസിൽ വരുമ്പോ അവർ സ്കൂളിൽ പോകുകയാണ്. They are going to school. They are going to school. അത് നെഗറ്റീവ് എന്താ വരാ? They are not going to school. They are not going to school. ഇവിടെ ഡു ഡസ് യൂസ് ചെയ്യരുത്. ഓക്കെ, മനസ്സിലായോ? കണ്ടിന്യൂസ് ഫോമില് ഡു ഡസ് യൂസ് ചെയ്യരുത് നെഗറ്റീവ് ആക്കാനായിട്ട്. നമ്മളതൊരു പോസിറ്റീവ് നോക്കാം, എന്നിട്ട് നെഗറ്റീവ് ആക്കാം. They are going to school എന്ന് പറയുമ്പോൾ അവിടെ ആരാണ് വന്നത്? അപ്പൊ നമുക്ക് അതിന്റെ കൂടെ
നോട്ട് ചേർത്താൽ മതി അല്ലെ. ദേ ആർ നോട്ട് ഗോയിങ് ടു സ്കൂൾ. നമുക്ക് ആറ് നോട്ടും ഷോർട്ട് ആക്കാൻ എന്ത് ചെയ്യണം? ആറിഞ്ച് പറയാം. They aren't going to school. Clear? അവൻ സ്കൂളിൽ പോകുകയാണ് എന്നെങ്ങനെയാ പറയാ? He is going to school. He is going to school. യാ, നെഗറ്റീവ് പറയൂ അതിന്റെ. He is not. He isn't school. He is not going to school. He is not going to school. He isn't going to school. Clear? അവിടെ ഒന്നും ഡു ഡസ് യൂസ് ചെയ്യരുത്. അപ്പോ നമ്മള് സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും പഠിച്ചു. ഇത് രണ്ടും ക്ലിയർ ആണോ? മിസ് അപ്പൊ ഈ ഡൂൺ ഡസ് നമ്മൾ എങ്ങനെ ചേർക്കും? എങ്ങനെ വരുന്ന ഇതിലാ ചേർക്കുന്നേ? ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് ഇഷ്ടമല്ല. മനസ്സിലായോ? ആ ഒരു ഇതില് വരും. ഇഷ്ടമല്ല എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. അവിടെ കണ്ടിന്യൂസ് ഒന്നും വരുന്നില്ല. അല്ലേ? എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് എന്താ വരാ? ഞാനിപ്പോ പഠിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോ ഐ എം ടീച്ചിങ് അല്ലേ? യെസ് മാം. ഞാനിപ്പോ പഠിപ്പിക്കുകയല്ല. ഐ എം നോട്ട് ടീച്ചിങ്. യാ, അത്രേ ഉള്ളൂ. എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമല്ല എന്ന് പറയണതോ? എന്തോ? എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമല്ല. പറയൂ, അത് പറയൂ. എന്തായിരിക്കും വരാ? എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമല്ല. പറയൂ. ഐ ഡോണ്ട് ലൈക്ക് ടീച്ചിങ് ആണോ? ഐ ഡോണ്ട് ലൈക്ക് ടീച്ചിങ് ആണോ? ടീച്ചിങ് ആണോ വരാ? ടീച്ച്. അപ്പൊ കംപ്ലീറ്റ് ചെയ്യൂ. ഐ ഡോണ്ട് ലൈക്ക് ടീച്ച്. ഐ ഡോണ്ട് ലൈക്ക് ടീച്ച്. എന്നെ നടുക്കും സാധനം വരും, പ്രപ്പോസിഷൻ വരും. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എല്ലാരും പറഞ്ഞിട്ടുണ്ട്. പറയൂ, എന്താണ് ഐ ഡോണ്ട് ലൈക്ക്? To teach. To teach. I don't like to teach. എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമല്ല അല്ലേ? I don't like to teach. മനസ്സിലായോ? ക്ലാസ്സിൽ ഇതേപോലെ ഡൗട്ട് ചോദിക്കുക. ഇതേപോലെ ആരെങ്കിലും ഒക്കെ പറഞ്ഞുതരും. അപ്പൊ ക്ലിയർ ആവും. മനസ്സിലായോ? ഇനിയിപ്പോ സിമ്പിൾ പ്രസന്റും കണ്ടിന്യൂസും ഡൗട്ട് ഉണ്ടെന്ന് പറയോ? ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു കാര്യം ചെയ്യൂ, സിമ്പിൾ പ്രസന്റും കണ്ടിന്യൂസും മനസ്സിലായ എല്ലാവർക്കും. ലൈക്ക് മാത്രം ഹാവ് ഹാസ് ഒക്കെ ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ഇപ്പൊ ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നിങ്ങള് നോക്ക, നോട്ട്സ് രണ്ടും നോക്ക, സ്ക്രീനിൽ കാണുന്ന നോട്ട്സും കൂടെ നോക്ക, നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് ഈ പ്രസന്റ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ? ഇന്നാണ് മിസ് ഇംഗ്ലീഷ് ക്ലാസ് ഇഷ്ടായത്. ഇത്രയും ദിവസം വെറുതെ വന്നിരുന്നാണോ? പേടിച്ചിരിക്കായിരുന്നു മിണ്ടാണ്ട്. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് പേടിക്കണ്ട. പക്ഷെ ഒന്നും അറിയില്ല.